അപ്പോൾ ദേ ഇന്ന് ചിക്കൻ പെരട്ട് ഉണ്ടാക്കാം. ചിക്കൻ പെരട്ടിന് വേണ്ടിയിട്ട് ദേ ആദ്യം തന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ് ഇത്രയും വേണം കേട്ടോ. അപ്പോൾ ദേ ഈ ചിക്കൻ കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഒരു അരമണിക്കൂറൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട സവാള, തക്കാളി, പച്ചമുളക്, വേപ്പില അതെല്ലാം നന്നാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ദേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി വേണം നമുക്ക്. അപ്പോൾ അതും കൂടി നന്നാക്കിയെടുക്കാം. അപ്പോൾ ആ ഒരു ടൈം വരെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ദേ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് പാൻ ചൂടായി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ നമ്മൾ ഇതെപ്പോഴും അടിക്കട്ടിയുള്ള ചട്ടി വേണം ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തക്കാളി, സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ച് തന്നെ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് ഒന്ന് വേവാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബാക്കി നമുക്ക് ഇത് പകുതി വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ചിക്കനൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാള, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പിലയൊക്കെ ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ നമ്മൾ മസാല തേച്ച് വെച്ച ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 20 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ല അടി കട്ടിയുള്ള ചീനിച്ചട്ടി എടുക്കുക. ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയൊക്കെ ഉണ്ടാവില്ലേ, അതിലൊക്കെ ഉണ്ടാക്കിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ ഇരുമ്പിൻ്റെ ചീനിച്ചട്ടിയിലൊക്കെയാണ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നിങ്ങൾക്ക് തേങ്ങാക്കൊത്ത് ഇടുന്ന തേങ്ങാക്കൊത്ത് ഇഷ്ടമാണെങ്കിൽ തേങ്ങ എടുത്തിട്ട് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് കുറച്ചൊന്ന് തിളച്ച് കഴിയുന്ന ശേഷം ഇതിൽ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വലിയ കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ആണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിന് ചിക്കന് മസാല പറ്റിയ സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളിയൊക്കെ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് വറ്റി വരണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വറ്റി വെള്ളമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം ചിക്കൻ പെരട്ട്.